ഓം നമോ ഭഗവതേ സാईश्वराय. ശ്രീ സത്യസായി ഭാഗവതം. വർണ്ണാശ്രമ മഹിമ. ഭഗവാൻ ബാബ അരുളുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളതാണ് ഈ വ്യവസ്ഥ. ചിലർ ബോധപൂർവമോ ചിലർ അജ്ഞതയാലോ വർണ്ണാശ്രമ വ്യവസ്ഥയെ നിന്ദിക്കുന്നു. ചിലർ വർണ്ണാശ്രമ വ്യവസ്ഥയെ ജാതി വ്യവസ്ഥ എന്ന് തെറ്റിദ്ധരിച്ച് പഴിക്കുന്നു. കർമ്മം, ഗുണം എന്നിവയെ അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം. ലോകമംഗളത്തിനായി ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടതാണ് ഈ വ്യവസ്ഥ. ചാതുർവർണ്ണ്യം സാമുദായികാസ്വാസ്ഥ്യം ഉളവാക്കാനുള്ളതല്ല. വർണ്ണാശ്രമധർമ്മമാണ് ഭാരതത്തിന് ദുസ്ഥിതി ഉണ്ടാക്കിയതെന്ന് ചിലർ വാദിക്കുന്നു. അവർ ആലോചിച്ചു നോക്കട്ടെ. ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വർണ്ണാശ്രമധർമ്മം ഉണ്ടായിട്ടും ഭാരതം നിലനിന്നില്ലേ? ഇത്ര പൗരാണികത അവകാശപ്പെടാൻ ലോകത്തിൽ ഏത് രാജ്യമുണ്ട്? ഭാരതത്തിന്റെ ഇന്നത്തെ ശോച്യാവസ്ഥയ്ക്ക് കാരണം വർണ്ണാശ്രമം കൊണ്ടാണോ എന്ന് വിശകലനം ചെയ്യാം. അതിനുശേഷം വർണ്ണാശ്രമധർമ്മം ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാം. ഇന്ന് വർണ്ണാശ്രമധർമ്മം തെറ്റായ മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മഹാത്മാക്കൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. വർണ്ണാശ്രമധർമ്മം ഉപേക്ഷിക്കേണ്ടതില്ല. അവയവങ്ങൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി അതാരും ഛേദിച്ചു കളയാറില്ല. മറിച്ച് അത് ശരിയായി പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കണം. വർണ്ണാശ്രമധർമ്മം ലോകത്തിന് മുഴുവൻ വേണ്ടതാണ്. ബ്രാഹ്മണൻ ആരാണ്? ബ്രഹ്മതത്വം അറിഞ്ഞ് സാൻമാർഗിക ജീവിതം നയിച്ച് ആ അനുഭൂതി അനുഭവിച്ച് മറ്റുള്ളവർക്കും അത് ലഭിക്കാനായി ശ്രമിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ക്ഷത്രിയർ നീതിന്യായം നടത്തുക, പൊതുജനക്ഷേമവും രക്ഷയും ഉറപ്പുവരുത്തുക, ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുക, സജ്ജനങ്ങളെ അശക്തരെ സംരക്ഷിക്കുക. ഇതാണ് ക്ഷത്രിയധർമ്മം. വൈശ്യർ വ്യക്തിയുടെ സമാജത്തിന്റെ കായിക ശക്തി നിലനിർത്തുന്നതിന് ആവശ്യമായ സാധനങ്ങൾ സംഭരിക്കുക, സൂക്ഷിക്കുക, വിതരണം ചെയ്യുക. ഇതാണ് വൈശ്യരുടെ ധർമ്മം. ശൂദ്രർ മാനവ ക്ഷേമത്തിന് ആവശ്യമായ സേവനങ്ങൾ ചെയ്ത് കർമ്മത്തെ ഉപാസനയാക്കി മാറ്റി പുരോഗതിക്ക് അടിസ്ഥാനമിടുന്നവരാണ് ഈ കൂട്ടർ. ഈ വർണ്ണങ്ങൾ ഓരോന്നും തങ്ങളുടെ ചുമതലകൾ വേണ്ട വിധം നിർവഹിച്ചാൽ സമസ്ത മേഖലകളിലും പുരോഗതി കരഗതമാകും. ഭാരതത്തിന് ഭഗവാൻ കനിഞ്ഞരുളിയ മഹാപ്രസാദമാണ് വർണ്ണാശ്രമധർമ്മം. ഭാരതത്തിന് പുറത്തും ഈ 4 തരക്കാരെ കാണാം. അവിടെ കർമ്മമാണ് വർഗനിർണയത്തിന് അടിസ്ഥാനം. ഇവിടെ ജന്മവും. അബദ്ധമാർഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രാഹ്മണരുണ്ട്. ഉത്തമമായ ജീവിത പദ്ധതിയിലൂടെ സാക്ഷാത്കാരം നേടിയ ശൂദ്രരുമുണ്ട്. ശരീരത്തിന് അവയവം പോലെയാണ് സമുദായത്തിന് വർണ്ണാശ്രമങ്ങൾ. ബ്രാഹ്മണർ ഭഗവാന്റെ മുഖത്തു നിന്നും, ക്ഷത്രിയർ ബാഹുക്കളിൽ നിന്നും, വൈശ്യർ തുടകളിൽ നിന്നും, ശൂദ്രർ പാദങ്ങളിൽ നിന്നും ഉണ്ടായി എന്നൊരു സങ്കല്പമുണ്ട്. അതിന്റെ അന്തരാർത്ഥം പരിശോധിക്കാം. ജ്ഞാനോപദേശം വരുന്നത് മുഖത്തു നിന്നും. അതാണ് ബ്രാഹ്മണർ. ബാഹുബലമുള്ളവർ, അതായത് ശക്തർ, ലോകരക്ഷ നടത്തുന്നു. മാനവ സമുദായമാകുന്ന മാളികയുടെ ഭാരം വഹിക്കുന്നത് വൈശ്യരാകുന്ന തൂണുകളാണ്. മാളികയുടെ ഭാരം വഹിക്കുന്നത് തൂണുകളാണല്ലോ. പാദങ്ങൾ സഞ്ചരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതേവിധം സമാജത്തിന്റെ അടിസ്ഥാനപരമായ സകല ജോലികളും ശൂദ്രർ ചെയ്യുന്നു. അതിനാൽ അവർ ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്നും ജനിച്ചവരായി വിവരിച്ചു. ശരീരത്തിലെ ഏത് അവയവത്തിനാണ് പ്രാധാന്യം? എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ. ഓരോ അവയവവും തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ആ ശരീരം രോഗഗ്രസ്തമെന്ന് പറയും. അതുപോലെ വർണ്ണാശ്രമധർമ്മങ്ങൾ ശരിക്കും പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് സമാജം അരോഗമായിരിക്കുന്നത്. ഭഗവത് ശരീരത്തിലെ അവയവങ്ങളാണ് വർണ്ണാശ്രമങ്ങൾ. അവയവങ്ങൾ വ്യത്യസ്തം, അവയുടെ ധർമ്മം വ്യത്യസ്തം. പക്ഷേ അതിലൂടെ ഒഴുകുന്ന രക്തം ഒന്നു തന്നെ. കൈകാലുകൾക്കും മുഖത്തിനും പ്രത്യേക രക്തമില്ല. വർണ്ണഭേദങ്ങൾ വിധിച്ചത് വേദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമാണ്. അത് മനുഷ്യനിർമ്മിതമായ വിവേചനമല്ല. വർണ്ണാശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് വെറുപ്പും വൈരാഗ്യവും സൃഷ്ടിക്കുന്നവർ തങ്ങളുടെ അജ്ഞത വെളിപ്പെടുത്തുകയാണ്. സമുദായ ക്ഷേമത്തിനായി ഈ വ്യവസ്ഥ മാറണം എന്നവർ പ്രസംഗിക്കുന്നു. അത് കേട്ടാൽ തോന്നും അവർക്ക് മാത്രമേ സമുദായ ക്ഷേമത്തിൽ താല്പര്യമുള്ളൂ എന്ന്. ഈ വ്യവസ്ഥയെ പിന്താങ്ങുന്നവർ സമുദായത്തിന്റെ അധപതനം ആഗ്രഹിക്കുന്നവരാണെന്ന് അക്കൂട്ടർ പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ അവരുടെ വിഭ്രാന്തിയാണ്. തെല്ലാലോചിച്ചാൽ ഇതിന്റെ ഗുണദോഷങ്ങൾ ആർക്കും അറിയാനാകും. സമുദായത്തിന് ഹാനികരമായ ഒന്നിനെ ഋഷീശ്വരന്മാർ പ്രോത്സാഹിപ്പിക്കുമോ? അത് ഇത്രയും കാലം നിലനിൽക്കുമോ? വർണ്ണാശ്രമം ഉപദേശിച്ച പൂർവികർ വിഡ്ഢികളായിരുന്നുവോ? സത്യത്തിൽ അവരുടെ അത്ര ബുദ്ധിശക്തിയും പാഠവും മനുഷ്യസ്നേഹവും ഇന്നുള്ളവരിൽ ഇല്ല. അവർ തങ്ങളുടെ ജീവിതം തന്നെ ലോകക്ഷേമത്തിന് സമർപ്പിച്ചിരുന്നു.
വർണ്ണാശ്രമം ഭഗവാൻ വിധിച്ചത് ലോകക്ഷേമത്തിനാണ്. ലോകമെല്ലാം ഭഗവത് ശരീരത്തിന്റെ അവയവങ്ങളാണ്. ശാരീരിക അവയവങ്ങളോട് നിങ്ങൾക്ക് എത്ര ശ്രദ്ധയുണ്ടോ അതേ ശ്രദ്ധ ലോകപരിപാലനത്തിൽ ഭഗവാനുമുണ്ട്. അതിനാൽ ഓരോന്നിനും നിശ്ചയിച്ച കർത്തവ്യം അതത് അവയവങ്ങൾ നിറവേറ്റണം. ഓരോ വർണ്ണങ്ങളും തങ്ങൾക്ക് നിശ്ചയിച്ച ചുമതലകൾ നിർവഹിച്ച് സമുദായ ക്ഷേമത്തിനായി യത്നിക്കണം. വർണ്ണവിഭജനത്തിൽ ഭഗവാൻ ഒരു വിവേചനവും ചെയ്തിട്ടില്ലെന്ന് അറിയുക. ആത്മതത്വം ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കാര്യങ്ങൾ ശരിയായി മനസ്സിലാകൂ. 4 മക്കളുള്ള ഒരമ്മ, ഒരു കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുന്ന പ്രായം. അമ്മയുടെ ശ്രദ്ധ കൂടുതലും ആ ശിശുവിലായിരിക്കും. മറ്റു കുട്ടികൾ ആഹാരം ചോദിക്കുമ്പോൾ അമ്മ കൊടുക്കും. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന് അമ്മ അറിഞ്ഞു കൊടുക്കും. ഇത് അമ്മയുടെ പക്ഷഭേദം കൊണ്ടല്ലല്ലോ. മക്കളുടെ പ്രാപ്തിക്കനുസരിച്ച് അമ്മ പെരുമാറുന്നു. അതുപോലെയാണ് ഭഗവാനും. ലോകമെല്ലാം അവിടുത്തേത്. ഓരോരുത്തരുടെ തലത്തിനും പ്രാപ്തിക്കും അനുസരിച്ച് ഈശ്വരൻ സംവിധാനം ഒരുക്കുന്നു. മറ്റൊരു തലത്തിലും വർണ്ണഭേദത്തെ മനസ്സിലാക്കാം. മനം ബ്രഹ്മചിന്തയിൽ ഉറച്ചവൻ ബ്രാഹ്മണൻ, അധർമ്മത്തെ എതിർക്കുന്നവൻ ക്ഷത്രിയൻ, യാഥാർത്ഥ്യവും അയഥാർത്ഥ്യവും കൃത്യമായി തിരിച്ചറിയുന്നവൻ വൈശ്യൻ, സത്യത്തെ പിന്തുടർന്ന് സദാ കർമ്മനിരതനായവൻ ശൂദ്രൻ. ഈ 4 കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ മാനവ സമുദായത്തിന് ശാന്തിയും ഉന്നമനവും ഉണ്ടാകൂ. ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയത് ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ അതിന്റെ കർത്താവല്ല. ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം. എന്തുകൊണ്ട് ഭഗവാൻ കർത്താവല്ല? ഭഗവാന് ഞാൻ, എൻ്റെ എന്നീ ഭാവങ്ങളില്ല. കർമ്മമല്ല ആഗ്രഹമാണ് ബന്ധനങ്ങൾക്ക് കാരണം. അഹം ഒഴിവാക്കി കർമ്മം ചെയ്താൽ ബന്ധനം ഉണ്ടാവുകയേ ഇല്ല. മറ്റൊരു വിധം പറഞ്ഞാൽ, കർമ്മം ചെയ്തു ഭഗവാൻ ഫലം നൽകി. ഇതാണ് ഉണ്ടാകേണ്ട ഭാവം. അതാണ് സത്യവും. കർമ്മം, വികർമ്മം, അകർമ്മം, ഇക്കാര്യവും മനസ്സിലാക്കണം. കർമ്മം എന്നാൽ കർത്തവ്യമായി ചെയ്യേണ്ടത്. വികർമ്മം നിഷിദ്ധമായ കർമ്മങ്ങൾ. അകർമ്മം എന്നാൽ ആത്മസ്ഥിതി, അതായത് കർമ്മരാഹിത്യം. അത് ആത്മനിർവൃതിയാണ്. ഒന്നും ചെയ്യാതിരിക്കലല്ല അത്. എല്ലാം നടക്കുമ്പോഴും ആത്മാവായ താൻ നിശ്ചലനാണ്, കർത്താവല്ല എന്ന അറിവ്. ഈ ആത്മതത്വത്തിൽ ഉറച്ചിരിക്കുന്നതാണ് ആ കർമ്മം. അല്ലാതെ ഇഹലോകത്തിൽ പരിപൂർണ കർമ്മരാഹിത്യം ഒരിക്കലും സംഭവ്യമല്ല. 2 മുഖം വേണ്ട, അഭിമുഖമുറി. യുവജനങ്ങളോട് സംസാരിക്കുകയാണ് ഭഗവാൻ. പെട്ടെന്ന് ഒരു യുവാവിന്റെ നേർക്ക് നോക്കി സ്വാമി പറഞ്ഞു, ഹൈദരാബാദിൽ വീട്ടിലായിരിക്കുമ്പോൾ ഒരു വിധം, ഇവിടെ സ്വാമിയുടെ അടുത്ത് മറ്റൊരു വിധം. ഇത്തരം ഇരട്ട മുഖം എനിക്ക് ഇഷ്ടമല്ല. മീശ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോളൂ. ഹൈദരാബാദിൽ താടിയും മീശയുമായി നടക്കുക, ഇവിടെ വരുമ്പോൾ ക്ലീൻ ചെയ്യൂ. എന്തിനിങ്ങനെ ചെയ്യുന്നു? ഭഗവാന്റെ സർവജ്ഞത്വം ബോധ്യമായാൽ ആർക്കും ഇരട്ട മുഖം കാണിക്കാൻ സാധിക്കുകയില്ല. ഓം തത് സത്ത്.